ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ കെമിസ്ട്രി എക്സാം ഒക്കെ കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു കേട്ടോ. മോഡൽ എക്സാമിനെ അപേക്ഷിച്ച് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിരുന്നു. ഇന്നങ്ങനെ വലിയ കുഴക്കുന്ന രൂപത്തിലൊന്നും ചോദ്യങ്ങളില്ല. മോഡൽ എക്സാം ഒന്നും കൂടി നന്നായിട്ട് തന്നെ ടഫ് ആക്കിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു എന്തായാലും മെയിൻ എക്സാം ഒന്നും കൂടി ഒന്ന് സിമ്പിൾ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷ തെറ്റിയിട്ടില്ല. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓർഗാനിക് പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് എല്ലാ വർഷവും ഇതേപോലെ ചോദ്യം ചോദിക്കാറുള്ളത്. 14 മാർക്കിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിന് വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന്, അത് കുറച്ചേ ചോദിച്ചിട്ടുള്ളൂ. മോൾ കൺസെപ്റ്റ് ആയിരുന്നു. മോൾ കൺസെപ്റ്റ് ആണ് അധികം ആൾക്കാരും ബുദ്ധിമുട്ടൊക്കെ പറയാറുള്ളത്. പക്ഷെ അത് 6 മാർക്കിനേ ഉള്ളൂ. എന്നാൽ കുറച്ചും കൂടി ടഫായിട്ട് വരുന്ന 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റിയാക്ടിവിറ്റി സീരീസ് ആണ്, നമ്മൾ ആനോഡ് കാഥോഡൊക്കെ വെച്ചിട്ടുള്ള, അതിൽ നിന്ന് 4 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. പിന്നുള്ളത് 4th ചാപ്റ്റർ ആയ മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ലോഹ നിർമ്മാണത്തിൽ നിന്ന് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത്. മൊത്തം 50 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് 40 മാർക്കിനേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓപ്ഷണൽ ആയിരുന്നു. എന്തായാലും എല്ലാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഞാൻ ഇതിന്റെ ആൻസർ കീ ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഇപ്പൊ ഇതിന്റെ ഒന്നാമത്തെ ചോദ്യം തന്നെ വരുന്നത് മിനറൽസ് ഓഫ് അലൂമിനിയം ആണ്. അലൂമിനിയത്തിന്റെ മിനറലൈറ്റ് ഇതിൽ വരുന്നത് ക്രയോലൈറ്റ് ആണ്. പിന്നെ രണ്ടാമത്തത് ഐസോപ്രീൻ ആണ്. ഐസോപ്രീന്റെ പോളിമർ ഏതാന്നുള്ളതാണ്. അത് പോളി ഐസോപ്രീൻ ആണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റബ്ബർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടും ശരി തന്നെ ആവാനാണ് ചാൻസ്. രണ്ടും എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ മൂന്നാമത്തത് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 2 GMM ഓഫ് വാട്ടർ ആണ്. 2 GMM ഓഫ് വാട്ടർ എന്ന് പറയുമ്പം അവിടെ 6 × Na ആറ്റംസ് വരും. ഇത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ 2 × Na മോളിക്യൂൾസേ വരുള്ളൂ. പക്ഷെ ഇവിടെ ആറ്റംസ് ചോദിച്ചത് കൊണ്ട് അറ്റോമിസിറ്റി, വാട്ടർ എന്ന് പറഞ്ഞാൽ H2O ആണ്. H2O അറ്റോമിസിറ്റി 3 ആണ്. 3 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 6 × Na ആറ്റംസ് ആണ് വരുന്നത്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് 1 GMM എന്ന് പറഞ്ഞാൽ 1 × 3 × Na ആറ്റംസ് ആണ്. ഈ 3 വരാൻ കാരണം അറ്റോമിസിറ്റി ആണ് കേട്ടോ, H2O. അപ്പൊ 2 GMM എന്ന് പറഞ്ഞാൽ 2 × 3 × Na ആണ്, അഥവാ 6 × Na ആറ്റംസ് ആണ് വരുന്നത്. പിന്നെ നാലാമത്തെ ചോദ്യം ഇതിൽ വരുന്നത് SO3 കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്ന കോമ്പൗണ്ട് ആണ്. അത് ഒലിയമാണ്. H2SO7 ആണ് വരുന്നത്. പിന്നെ അഞ്ചാമത്തത് പെട്രോളിയം ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റൽസിലും കോമൺ ആയിട്ട് അത് ബ്ലോക്ക് എന്ന് പറയുന്നത് F ബ്ലോക്ക് എലമെന്റ്സ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പൊ ആദ്യത്തെ 5 ചോദ്യങ്ങളും വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നുള്ളതും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു ഓർഗാനിക് ആണ്. ആറാമത്തെ ചോദ്യം നമ്മളോട് ക്ലാസിഫൈ ചെയ്യാനൊക്കെയാണ് പറഞ്ഞത്. അതായത് ആൽക്കൈനി ആൽക്കൈൻസ് എന്ന് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇതേ രൂപത്തിലാണ്. അതിനൊരു ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇത് CnH2n+2 ആണ്. ഇവിടെ CnH2n ആണ്. അതായത് കാർബണിന്റെ എണ്ണത്തിന്റെ നേരെ ഇരട്ടി ഉണ്ടെങ്കിൽ അത് ആൽക്കീൻ ആണ്. ഇവിടെ CnH2n-2 ആണ്. അപ്പൊ ഇതിൽ വരുന്നത് C7H12 ആണ് വരുന്നത്. ഇത് ചെയ്താൽ 2 മാർക്ക് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഏഴാമത്തത് മോൾ കൺസെപ്റ്റ് എന്നാണ് ചോദ്യം. ഈ 64 ഗ്രാം ഓക്സിജനിൽ ഉള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്നാണ്. അതിന് നമുക്ക് ഏറ്റവും താഴെ അറ്റോമിക് മാസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേ രൂപത്തിലാണ് ആൻസർ വരുന്നത്. ഇപ്പൊ മോൾ = 64 ഗ്രാം ഓക്സിജൻ്റെതാണെങ്കിൽ GMM 32 ആണ്. അപ്പൊ 2 മോൾ കിട്ടും. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ 2 മോൾ ആയതുകൊണ്ട് 2 × അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിൽ തന്മാത്രകൾ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി ഇതിന്റെ ബി ചോദ്യം എന്ന് പറയുന്നത് ഈ 64 ഗ്രാം ഓക്സിജനിലുള്ള അതേ സെയിം വോളിയം കിട്ടണമെങ്കിൽ ആ നൈട്രജന്റെ മാസ് എത്രയായിരിക്കും എന്നാണ്. അതായത് നൈട്രജനും ഇതേ സെയിം വോളിയം ആണെങ്കിൽ 64 ഗ്രാം ഓക്സിജന്റെ സെയിം വോളിയം ആണ് നൈട്രജന്റെ വോളിയം എങ്കിൽ അതിന്റെ മാസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് 64 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് 2 × 22.4 ലിറ്റർ, അതായത് 44.8 ലിറ്റർ ആണ് ഉണ്ടാവുക. അതായത് 2 മോൾ ആണല്ലോ കിട്ടുന്നത്. അപ്പൊ ഇതേ 2 മോൾ ആയാലും മതി. അപ്പൊ 1 മോൾ നൈട്രജൻ എന്ന് പറഞ്ഞാൽ 28 ഗ്രാം ആണ്. അപ്പൊ 2 മോൾ നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാസ് നമുക്ക് കിട്ടുന്നത് 2 × 28 ആണ്. 56 ആണ് നമുക്ക് ഇതിൻ്റെത് വരുന്നത്.
പിന്നെ വരുന്നത് 8th ചോദ്യമാണ്. ഇത് നമ്മളെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിലുള്ളതായിരുന്നു. അതായത് 2 റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളോട് എമംഗ് ദീസ് റിയാക്ഷൻ ഐഡന്റിഫൈ കാൽസിനേഷനും റോസ്റ്റിങ്ങും ഐഡന്റിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് കുപ്രിക് സൾഫൈഡ് ഓർ ഈസ് കൺവേർട്ടഡ് ടു കുപ്രിക് ഓക്സൈഡ് ആണ്. അപ്പൊ സൾഫൈഡ് ഓറിനെ ഓക്സൈഡ് ഓറാക്കി മാറ്റുന്നതാണ്. അത് നമുക്ക് വരുന്നത് റോസ്റ്റിംഗ് ആണ്. കാരണം ഓക്സൈഡ് ഓറാക്കി കൺവേർട്ട് ചെയ്യാണല്ലോ ഓക്സിജൻ ഇല്ലാത്തൊരു ഓറിനെ. അത് റോസ്റ്റിംഗ് ആണ് വരുന്നത്. രണ്ടാമത്തത് കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡും ആണ്. ഇത് വരുന്നത് കാൽസിനേഷൻ ആണ്. അതായത് ഇതിന്റെ ആബ്സെൻസ് ഓഫ് ഓക്സിജനും മേലുള്ള റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്രസൻസ് ഓഫ് ഓക്സിജനുമാണ് റിയാക്ഷൻ. അങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ 9ാമത്തെ ചോദ്യമാണ് ഹൈഡ്രോ കാർബൺ ആണ്. ഇത് നമ്മൾ നേരിട്ട് പഠിച്ചതാണ്. അഥവാ നമ്മളൊരു കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന കാറ്റഗറി പഠിച്ച സമയത്ത് അവിടെ എത്തനോയിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ പഠിച്ചിരുന്നു. ആ എത്തനോയിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ് 1ാമത്തത് ചോദിച്ചത്. CH3OH COU ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അതായത് CH3OH COയും കൂടി റിയാക്ട് ചെയ്താൽ CH3COH എത്തനോയിക് ആസിഡ് ഇതവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കിട്ടുകയും ചെയ്യും. പിന്നുള്ളത് നേരിട്ട് നമ്മളെ ഹൈഡ്രോ കാർബൺ ആണ്. CHCl3Cl2 റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കുന്നതാണ്. അപ്പൊ ഒരു ഹൈഡ്രജനെ ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്യുക, അതായത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം നടന്നിട്ട് അത് CCl4ഉം HCl ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. 10ാമത്തെ ചോദ്യമാണ്. കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട് C2H6O. അപ്പൊ അത് വരുന്ന എന്താണ് ഒരു ഫങ്ഷണൽ ഐസോമർ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ 2 ഫങ്ഷണൽ ഐസോമർ നമുക്ക് എഴുതാൻ പറ്റും. രണ്ടും ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് എത്തനോളും ഒന്ന് മീതോക്സി മീതൈനും നമുക്ക് എഴുതാൻ പറ്റും. ഇത് രണ്ടിൻ്റെതും C2H6O ആണ്. ഇതിൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതുക. അതിന്റെ IUPAC നെയിമാണ് B ചോദ്യം എഴുതാൻ പറഞ്ഞത്. അങ്ങനെ എഴുതിയാൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ 11ാമത്തെ ചോദ്യമാണ്. ഇവിടെ നിന്ന് 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വന്നത്. അതായത് ഇവിടെ ഒരു അയൺ ബാങ്കിളിന്റെ മുകളിലേക്ക് കോപ്പർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ഒരു ആവരണം ഉണ്ടാക്കി എടുക്കുമ്പം അവിടെ ഏത് ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. അത് കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ചോദിക്കുന്നുണ്ട് ഇലക്ട്രോപ്ലേറ്റിങ്ങിന്റെ ഏതെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് കൊറോഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് തടയാൻ പറ്റുമെന്ന് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ കൊറോഷനെ തടയാൻ പറ്റുമെന്ന് മാത്രം നമ്മൾ എഴുതി വെച്ചാൽ മതി. പിന്നെ C വരുന്നത് എന്താണ്, ഈ ഒരു ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ സൊല്യൂഷന്റെ ഇന്റൻസിറ്റി കുറയും, അതായത് കളർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അത് എന്തുകൊണ്ടാന്നുള്ളതാണ്. കളർ കുറയാനുള്ള കാരണം ആ സൊല്യൂഷനുള്ള കോപ്പർ എന്ത് ചെയ്യും, അതിൽ മുക്കി വെച്ച ലോഹത്തിന്റെ മുകളിലേക്ക് പോയി പറ്റി പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കുറയാൻ കാരണം കേട്ടോ. അതാണ് അതിന് ആൻസർ വരുന്നത്. പിന്നെ 12ാമത്തെ ചോദ്യമാണ്. 2 സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കറക്റ്റ് ഏതാന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് വരുന്നത് 2ാമത്തതാണ്. അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം 3p കഴിഞ്ഞാൽ 4s വരാൻ പാടുള്ളൂ. 3d ഒരിക്കലും വരാൻ പാടില്ല 3p കഴിഞ്ഞാൽ. കാരണം 3dയെക്കാളും ഊർജം കുറവാണ് 4sന്. അതുകൊണ്ട് 4s കഴിഞ്ഞിട്ടേ 3d വരാൻ പാടുള്ളൂ. അപ്പൊ 2ാമത്തതാണ് ശരി വരുന്നത്. പിന്നെ ഇതിന്റെ ബ്ലോക്കാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ S ആണല്ലോ, അതുകൊണ്ട് ഇത് S ബ്ലോക്ക് എലമെന്റും ആണ് കേട്ടോ. പിന്നെ 13ാമത്തെ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ HI ഉണ്ടാവുന്നതും SO3 ഉണ്ടാവുന്നതാണ്. ഇതിൽ പ്രഷറിന്റെ എഫക്റ്റ് ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അതിന്റെ ആൻസർ 1 ആണ്. കാരണം ഈ രണ്ട് ഇവിടെ ഉള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് 2 ആണ്, ഇവിടെയും 2 ആണ്. രണ്ട് സൈഡിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയതുകൊണ്ട് ഒന്നാമത്തേൽ പ്രഷറിന് യാതൊരു സ്വാധീനവും ഉണ്ടാവില്ല. എന്നാൽ രണ്ടാമത്തേൽ ഉണ്ടാവും. കാരണം ഇവിടെ 3 മോളിക്യൂളും ഇവിടെ 2 മോളിക്യൂളും നമ്പർ ഓഫ് മോളിക്യൂൾസിൽ ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇതിൽ പ്രഷറിന്റെ എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നുള്ളത് 13ാമത്തെ B ക്വസ്റ്റ്യൻ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലും പ്രഷർ ഇൻക്രീസ് ചെയ്താലും ഇതില് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസ് സ്വാധീനമാണ് നമ്മളോട് ചോദിച്ചത്. അതിന്റെ ആൻസർ എങ്ങനെയാണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സ്പീഡ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസസ് ആണ്. അതേപോലെ രണ്ടാമത്തേന്റെ ആൻസർ വരുന്നത് പ്രഷർ ഇൻക്രീസ് ചെയ്താലാണ് ചോദിച്ചത്. അതിൻ്റെത് മോർ എമൗണ്ട് ഈസ് പ്രൊഡക്റ്റ് ഫോർമഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ് എന്ന് എഴുതി വെച്ചാൽ മതി. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യമാണ്. അത് നമ്മൾ ഹൈഡ്രോ കാർബൺ തന്നെയാണ്. അപ്പൊ എല്ലാത്തിന്റെയും പ്രൊഡക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ റിയാക്ഷൻ എന്നാണ് ചോദിച്ചത്. ഒന്നാമത്തത് അഡിഷൻ റിയാക്ഷനും രണ്ടാമത്തത് പോളിമറൈസേഷൻ റിയാക്ഷനും ആണ് നടക്കുന്നത് കേട്ടോ. അതൊക്കെ ഇവിടെ ഡബിൾ ബോണ്ട് കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ട് റിയാക്ഷൻ 2ലുള്ള പ്രൊഡക്റ്റ് തിരിച്ചറിയാം. ഇത് CH2 CHCl ആണ്. ഇത് PVC പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. അതിന്റെ ഉപയോഗവും ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ മേക്കിംഗ് ഓഫ് പൈപ്പ്, വാട്ടർ ടാങ്ക് എക്സെട്ര നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുകയും ചെയ്യും. പിന്നെ 15ാമത്തതാണ് ഈ ടേബിള് ഒന്ന് മനസ്സിലാക്കി ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെയുള്ള ഇതിൽ മുകളിൽ കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ വോളിയം, നമ്പർ ഓഫ് മോളിക്യൂൾസും ആണ്. ഇതിൽ നോക്കേണ്ടത് എല്ലാ സമയത്തും ഇതിന്റെ ടെമ്പറേച്ചർ, പ്രഷർ ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസും വോളിയവും തമ്മിൽ എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അവഗാഡ്രോ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ വോളിയം 10 ആണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് എക്സ് ആണല്ലോ. എക്സ് ഉള്ള സമയത്ത് 10 ഉണ്ടെങ്കിൽ അടുത്തത് പൂരിപ്പിക്കാൻ സുഖമാണ്. 2x ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും? 20 ആണ് ഉണ്ടാവുക കേട്ടോ. പിന്നുള്ളത് ഇവിടെ 5 അല്ലേ, അപ്പൊ വോളിയം പകുതിയായിട്ട് കുറഞ്ഞു. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യണം? കുറയണം. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ x/2 എന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ അതിൽ ബി ക്വസ്റ്റ്യൻ ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ കുറിച്ചാണ് ചോദിച്ചത്. അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ രണ്ടാമത് വരുന്നത്. അവിടെ പ്രഷർ ഇൻക്രീസ് ടു 4 atm. പ്രഷർ 4 atm ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ വോളിയം എത്ര ഉണ്ടാവും? അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ അത് എന്ത് ചെയ്യും? ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യണം. അപ്പൊ നമ്പർ ഓഫ്, അതിന്റെ താഴെ കണ്ടീഷൻ പറയുന്നുണ്ട്, നമ്പർ ഓഫ് മോളിക്യൂൾസും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസും അതേപോലെ ടെമ്പറേച്ചറും ഒക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷറും വോളിയവും തമ്മിൽ എന്തായിരിക്കും? അവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒരിക്കലും വരൂല, ഇൻവേഴ്സ്ലി ആണ്. അപ്പൊ പ്രഷർ കൂട്ടിയാൽ എന്ത് ചെയ്യും? വോളിയം കുറയും. അപ്പൊ പ്രഷർ 4 ആയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? പ്രഷർ 4, അതായത് ഈ ടേബിളിലേക്ക് ശ്രദ്ധിക്കരുത്, പ്രഷർ 4 atm ആയി കഴിഞ്ഞാൽ അതിന്റെ വോളിയം എന്താവുന്നുണ്ട്? അവിടെ കുറയും. അതായത് 10 ലിറ്റർ ആവുമെന്ന് മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ ഉള്ളത് സെക്ഷൻ ഡിയിൽ വരുന്ന ചോദ്യങ്ങളാണ്. അതായത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഇതിന്റെ ആൻസർ നമുക്ക് ഇതാക്കുന്ന ഞാൻ നേരിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന്റെ ഒന്നാമത്തെ മാംഗനീസിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു. അറ്റോമിക് നമ്പർ ഇത് എഴുതാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അറ്റോമിക് നമ്പർ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ എഴുതി നോക്കിയാൽ കിട്ടും. പിന്നെ അതിന്റെ MN MN2O7 ഉള്ള MNന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്, അത് +7 ആണ് നമുക്ക് കിട്ടുക. ഈ ഒരു സ്റ്റെപ്പാണ് അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഈ MNന്റെ പീരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും ആണ്. പീരീഡ് 4 ആണ്. ഇവിടെ നോക്കിയറിയാം, ലാർജസ്റ്റ് ഷെൽ നമ്പർ 4 ആണ്. ഗ്രൂപ്പ് ഡി ബ്ലോക്ക് ആയതുകൊണ്ട് എസിലെയും ഡിയിലെയും എണ്ണി നോക്കിയത് 7 കിട്ടും. പിന്നെ MN+4 ആണ്, അതായത് 4 ഇലക്ട്രോൺ ലോസ് ചെയ്ത രൂപത്തിലാണ്. അപ്പൊ ആദ്യം ഇലക്ട്രോൺ ഫോറസ് നിന്ന് ലോസ് ചെയ്യണം 2 എണ്ണം, പിന്നെ 3D നിന്ന് 2 എണ്ണം പോവും. അപ്പൊ ഫോറസ് ഉണ്ടാവില്ല, 3D നിന്ന് 2 എണ്ണം പോയാൽ പിന്നെ 3D3 എന്ന രൂപത്തിലാണ് ഇതിൻ്റെത് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് 17ാമത്തെ ചോദ്യമാണ്. അവിടെ എക്സ് ആഡഡ് ടു മെഗ്നീഷ്യം സൾഫേറ്റ് എന്നാണ് ചോദിച്ചത്. മെഗ്നീഷ്യം സൾഫേറ്റിലേക്ക് എക്സ് ആഡ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. അതിന്റെ ഫുൾ ഇതാക്കുന്നത് ഞാൻ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ എക്സ് ഞാൻ ആദ്യം എക്സ് മെഗ്നീഷ്യം സൾഫേറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പൊ എന്തുണ്ടാവുന്നു എന്നാണ്? ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ബേരിയം സൾഫേറ്റ് ആണ്. അതായത് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് സാൾട്ട് എന്ന് പറയുന്ന ഭാഗം നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ബേരിയം ക്ലോറൈഡ് ആണ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താന്നുള്ളത് അത് ഇതാക്കുന്ന ബേരിയം സൾഫേറ്റ് ആണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് ആണ് ഇവിടെ ബേരിയം സൾഫേറ്റ് ആണ് വരുന്നത്. പിന്നെ ചോദിക്കുന്നത് സി ക്വസ്റ്റ്യൻ ആണ്. അതിലേക്ക് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്താൽ ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നാണ്? നോട്ട് ഡിസോൾവ്ഡ് ഇൻ HCl ആണ്. ഡൈല്യൂട്ട് HCl ഒരിക്കലും എന്ത് ചെയ്യൂല? ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അഥവാ ബേരിയം സൾഫേറ്റ് ഡിസോൾവ് ആവൂല. ഇല്ലെങ്കിൽ അത് സൾഫേറ്റ് സാൾട്ട് ആണെന്ന് ഉറപ്പിക്കാം. ഇത് എന്തിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാന്ന് ചോദിക്കുന്നുണ്ട് ഡി ക്വസ്റ്റ്യൻ. അത് സൾഫേറ്റ് സാൾട്ടും ആണ് കേട്ടോ. 18ാമത്തെ ചോദ്യമാണ്. അത് എന്താണ്? ഒരു ഗാൽവാനിക് സെല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവിടെ സിൽവർ, മെഗ്നീഷ്യം, കോപ്പറും ആൻഡ് ദെയർ സാൾട്ട്, അതിന്റെ സാൾട്ടും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് എത്ര നമുക്ക് ഗാൽവാനിക് സെല്ല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിൽ രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റലും ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റലും തമ്മിലുള്ള ഗാൽവാനിക് സെൽ ഉണ്ടാക്കാനും അതിൽ ആനോഡും കാഥോഡും തിരിച്ചറിയാൻ വേണ്ടി പറയുന്നുണ്ട്. ആ ഗാൽവാനിക് സെല്ലിൽ ഉണ്ടാവുന്ന റിയാക്ഷൻസും നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. അതായത് സിൽവറും മെഗ്നീഷ്യവും കോപ്പറും ഉപയോഗിച്ചു. അതിന്റെ സാൾട്ടാണ് നേരെ താഴെ എഴുതിയത്. ഇത് വെച്ചുണ്ടാക്കാൻ പറ്റിയ 3 സെല്ലുകൾ ഉണ്ട്. MgAg ഉണ്ട്, MgCu ഉണ്ട്, CuAg ഉണ്ട്. ഇനി മോസ്റ്റ് റിയാക്റ്റീവും ലീസ്റ്റ് റിയാക്റ്റീവും ഇതാണ്. മോസ്റ്റ് റിയാക്റ്റീവ് Mg ആണ്, ലീസ്റ്റ് റിയാക്റ്റീവ് Ag ആണ്. ഇത് തമ്മിലുള്ള സെല്ല് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതിൽ ആനോഡും കാഥോഡും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അത് ഉപയോഗിച്ചിട്ടുള്ള റിയാക്ഷൻ, ആ ആനോഡും കാഥോഡിലും നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ്. സിൽവറിൻ്റെ അതൊക്കെ ഒരുപാട് തവണ വരുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. 19ാമത്തെ ചോദ്യമാണ്.
അത് മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പൊ ഇതില് അയണുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിച്ചത് കേട്ടോ. അപ്പോ റൈറ്റ് ദ നെയിം ആൻഡ് കെമിക്കൽ ഫോർമുല ഓഫ് ഓർ ഓഫ് അയൺ ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന അയണിന്റെ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ സ്ലാഗ് ഫോർമേഷൻ്റെതും ഫൂൾസ് ഗോൾഡ് വിഡ്ഢികളുടെ സ്വർണം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അലോയ്സ് ചോദിച്ചിട്ടുണ്ട്. അലോയ്സിന്റെ 3 അലോയ്സ് ഉണ്ടെങ്കിലും ചോദിച്ചത് ഇങ്ങനെയാണ്, റൈറ്റ് ദ നെയിംസ് ഓഫ് 2 അലോയ് സ്റ്റീൽ വിച്ച് കണ്ടെയ്ൻ സെയിം കോൺസ്റ്റിറ്റ്യൂവന്റ്. ഒരേപോലെയുള്ള മൂലകങ്ങൾ എലമെന്റ്സ് വരുന്നത് എഴുതാൻ വേണ്ടിയാ പറഞ്ഞത്. അപ്പൊ ആൻസർ ഹെമറ്റൈറ്റ് ആണ് ഒന്നാമത്തത്. അതാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നുള്ളൂ. മാഗ്നറ്റൈറ്റ് Fe3O4 നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ സ്ലാഗ് ഫോർമേഷൻ ഇക്വേഷൻ ഇതാണ്, കാൽസ്യം ഓക്സൈഡും സിലിക്കൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്ന് കാൽസ്യം സിലിക്കേറ്റ് ആയിട്ട് മാറുന്നു. പിന്നെ ഫൂൾസ് ഗോൾഡ് വിഡ്ഢികളുടെ സ്വർണം അയൺ പൈറൈറ്റ്സ് ആണ്. പിന്നെ ദ സെയിം കോൺസ്റ്റിറ്റ്യൂവൻസ് വരുന്ന 2 സ്റ്റെയിൻലെസ് സ്റ്റീലും നിക്രോമും ആണ്. ഇത് രണ്ടിലും ഇതാക്കുന്ന ഒരേപോലെ Fe ഉണ്ട്, Ni നിക്കല്, Cr ക്രോമിയം, C കാർബൺ ആ വരുന്നത്. പക്ഷെ മൂന്നാമത്തെ ഒരു അലോയ് ഉണ്ട്, അൽനിക്കോ ആണ്. ഇത് അതുമായിട്ട് സെയിം ഇല്ല, FeAl NiCO ആണ്. ഇത് നമ്മൾ ഏതിന്റെ ആവശ്യമില്ല, മേലുള്ള 2 ആയിരുന്നു ആൻസർ ചെയ്യേണ്ടത്. പിന്നുള്ളത് 20ാമത്തെ ചോദ്യമാണ്. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തത് വരുന്നത് C6H14 ആണ്. അതായത് ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എണ്ണി നോക്കിയിട്ട് കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. C6H14 ആണ്. രണ്ടാമത്തത് C4H8, C3H8O, C5H10O ആണ്. പിന്നെ ഇതിന്റെ പേരുകളാണ് ഒക്കെ ഇതിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു മെയിൻ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ലൊരു മാർക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.